മലയാളി എന്ന് പറയുന്നതിൽ അഭിമാനമാണ്. പക്ഷേ ഇവനെപ്പോലുള്ള ചില നായ്ക്കൾ കാരണം മലയാളിക്ക് അപമാനമായി തലകുനിച്ച് നിൽക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ആ ഈശ്വർ മൽപ്പെ എന്ന് പറയുന്ന ആ സഹോദരൻ എത്ര ദിവസമാണ് കല്ലും മരവും കാടും എല്ലാം അടങ്ങുന്ന ആ പുഴയിൽ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അർജുൻ എന്ന സഹോദരൻ്റെ ലോറി കണ്ടുപിടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര ദിവസം കർണാടക പോലീസും അവിടുത്തെ കളക്ടറും മറ്റും ആൾക്കാരും ഈ മനുഷ്യനോട് പറഞ്ഞ വലിയ ഹീറോ ആവാൻ നിൽക്കണ്ട, പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ ആ മനുഷ്യൻ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അദ്ദേഹം പറയാണ്, അർജുൻ്റെ കുടുംബത്തിൽ നിന്നും ഈ ഒരു വാക്ക് കേട്ടതിൽ മനസ്സിന് വിഷമമുണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്, മലയാളി എന്ന് പറയുന്നത് അഭിമാനമുണ്ട്. പക്ഷെ ഇവനെപ്പോലുള്ള ചില നാറികളുണ്ടല്ലോ, അളിയന്മാരെന്ന് പറഞ്ഞ് കിടക്കണം, ചില ചാണക തീട്ടങ്ങൾ, ഇവനൊക്കെ കാരണം മലയാളികൾക്ക് തന്നെ അപമാനം. ഒന്ന് ആലോചിച്ച് നോക്കി, ആ മനുഷ്യന് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും. ഇവൻ എന്താ പറഞ്ഞതെന്നറിയോ? ഈശ്വർ മൽപ്പെ വരേണ്ട കാര്യമില്ലായിരുന്നു, പിന്നെ ആര് വരും? ഇവൻ്റെ കുഞ്ഞമ്മയുടെ മാപ്പിള വന്നിട്ട് കാര്യങ്ങൾ നടത്തുമായിരുന്നു. എന്തിനാടാ ഈ ഭൂമിയിൽ നീയൊക്കെ ജനിച്ചത്? ഓഹ്, ആ ചങ്ങായി ആ സമയത്ത് വല്ല പ്ലാസ്റ്റിക് കവറോ വല്ലതും കെട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും കേൾക്കേണ്ട ഗതികേട് നമുക്കുണ്ടാവുമായിരുന്നു.